പലതരത്തിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവിടെ ഭിന്നതയുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീജിത്ത്. അനുജ, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കുടത്തിലിനെ പ്രതിരോധിക്കാനുള്ളൊരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ ഈ പരാതി ഇപ്പോൾ ഉയർന്നു വന്നതിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് പരാതിക്കാരിക്കെതിരെയുള്ള അധിക്ഷേപമായി മാറിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ മൂർധന്യത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി പറയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. എന്നാൽ ഇതിനർത്ഥം രാഹുൽ മാങ്കുടത്തിനെതിരായി വന്ന പരാതിയെ തങ്ങൾ എതിർക്കുന്നുവെന്നോ പരാതിക്കാരിയെ എതിർക്കുന്നുവെന്നോ സമീപനമില്ല എന്നാണ് KPCC നേതൃത്വം നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ഈ പരാതി ഉയരുന്നതിന് മുമ്പ് തന്നെ, ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കുടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ല. എന്നാൽ രാഹുലിനെ ചാരി കോൺഗ്രസിനും UDFനും തെരഞ്ഞെടുപ്പ് സാധ്യതകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധമുണ്ടാക്കാൻ വരികയാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ചേർക്കേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ചില നേതാക്കളെങ്കിലും അത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. രാഹുലിനെതിരെ എടുക്കാൻ കഴിയാവുന്ന നടപടികൾ എടുത്തു. ഇനി എന്തായാലും പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ നിരീക്ഷിച്ച ശേഷം മറ്റ് തീരുമാനങ്ങളിലേക്ക് കടക്കാമെന്ന ധാരണയാണ് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ പൊതുവേ ഉള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുന്നതിനെ പറ്റി മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും ഹൈക്കമാൻഡ് പ്രതിനിധികൾ തേടിയിട്ടുണ്ട്. കേരളത്തിന് ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം പലരുമായും ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. KC വേണുഗോപാലും ഇക്കാര്യങ്ങളിൽ നേതൃതലത്തിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ മാങ്കുടത്തിനെ നേരത്തെ എടുത്ത നടപടിക്കപ്പുറത്തേക്ക് കടന്നുള്ളൊരു തീരുമാനത്തേക്കില്ല. എന്നാൽ ഈ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് പാർട്ടി തീരുമാനമല്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.